എല്ലാവർക്കും നമസ്കാരം. പഹൽഗാമിൽ നടന്ന ആക്രമണം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഒരു ഞെട്ടലിൽ നിന്ന് ഇതുവരെ മോചിതരായിട്ടില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പുതിയൊരു ന്യൂസും കൂടെ വന്നിരിക്കുകയാണ്. അതിനകത്ത് 2 ക്രിസ്ത്യൻ വിശ്വാസികളും കൂടി ഉൾപ്പെട്ടിരുന്നു. അതിൽ ഒരാൾ അവിടെ ഈസ്റ്റർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇനി അടുത്തയാൾ അവിടെ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്നതിന് മുമ്പേ, ട്രാൻസ്ഫർ കിട്ടി വരുന്നതിന് മുൻപേ 4 മാസമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട് തൻ്റെ ഭാര്യേനെയും കൂടി കാശ്മീർ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ച് അങ്ങോട്ട് വിളിച്ചു വരുത്തിയതായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ 2 പേരും മരണത്തിന് വിധേയരായി എന്ന് നമ്മൾക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ആ 2 പേരുടെ ഡീറ്റെയിൽസാണ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ വിശ്വാസികളായ 2 പേരുടെ ഡീറ്റെയിൽസും കൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ആൾ എന്തിനു പോയതായിരുന്നു? പുള്ളി ഈസ്റ്റർ ആഘോഷിക്കാൻ പോയതാണ്. ഈ ഈസ്റ്റർ എവിടെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്? ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ബലിയായിത്തീർന്ന 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു അല്ലേ? ആ ഒരു ഉയർപ്പിൻ്റെ ആഘോഷമാണ്. അത് ആഘോഷിക്കേണ്ടത് ഏതെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലാണോ? അല്ല. നമ്മൾ എവിടെയാണ് അത് ആഘോഷിക്കേണ്ടത്? ദൈവത്തിൻ്റെ ആലയത്തിൽ അല്ലേ? ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ട്, അവിടെ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നിടത്ത് എൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവം ഇറങ്ങി വരുന്ന ആ ഒരു ആലയത്തിലാണ് നമ്മൾ എന്താഘോഷിക്കേണ്ടത്? ഈസ്റ്റർ ആഘോഷിക്കേണ്ടത്. പകരം ഈസ്റ്റർ ആഘോഷിക്കാൻ എങ്ങോട്ട് പോയി? വിനോദസഞ്ചാര കേന്ദ്രത്തിലോട്ട് പോയി. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുമൊന്നുമല്ല. കാഴ്ചപ്പാടുകൾ ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ. അപ്പോൾ മറ്റു വ്യക്തിയെ നമ്മൾക്കറിയാം, അദ്ദേഹം കല്യാണം കഴിഞ്ഞിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. തൻ്റെ ഭാര്യേനെയും കൂടി അവിടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണ്. എന്തായാലും ഒത്തിരി പേര് മരണപ്പെട്ടവരുടെ കൂട്ടത്തിൽ 2 ക്രിസ്ത്യൻ വിശ്വാസികളും ഉണ്ടായിരുന്നു എന്നുള്ളൊരു ന്യൂസാണ് ഇന്ന് വെളിയിലോട്ട് വന്നിരിക്കുന്നത്. മരണം ഏത് മനുഷ്യനാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും അവർ മനുഷ്യരാണ്. മരണം വേദനാജനകം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഞെട്ടലിൽ നിന്ന് ഇതുവരെ മോചിതരായിട്ടില്ല അല്ലേ? നമ്മൾക്ക് വല്ലാത്തൊരു ഞെട്ടലുണ്ടാക്കിയ കാര്യമാണ്. എന്ന് വെച്ചാൽ മതം ചോദിച്ചവർ കൊലപ്പെടുത്തി എന്നുള്ളത് നമ്മൾക്ക് ഒത്തിരി വേദന തരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പച്ച മനുഷ്യരെ, നിരപരാധികളായ മനുഷ്യരെ അവരവിടെ ഒന്നിനും ചെന്നതല്ല. അവരവിടെ ഒരു അവധി ആഘോഷിക്കുവാനായിട്ട് പോയതാണ്, കുടുംബസമേതം പോയതാണ്. അപ്പോൾ കൂട്ടത്തിൽ പോയ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒന്നും അവർ ഉപദ്രവിച്ചില്ല. പുരുഷന്മാരെ മാത്രമാണ് ഉപദ്രവിച്ചത്. അവർ കണ്ണുനീരോടെ മടങ്ങി വരേണ്ട ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ കണ്ടു. ഈ സംഭവത്തോട് ചേർന്ന് തന്നെ മറ്റൊരു സംഭവം കൂടി പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. എന്താണെന്നറിയാമോ? 10-26 വർഷങ്ങൾക്ക് മുൻപേ ഓസ്ട്രേലിയയിൽ നിന്നൊരു പൗരൻ അല്ലേ, ഓസ്ട്രേലിയൻ പൗരനായ ഒരു ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും 2 പിഞ്ചു കുഞ്ഞുങ്ങളുമായിട്ട് നമ്മളുടെ ഇന്ത്യയിലോട്ട് വന്നിരുന്നു. അദ്ദേഹം വന്നത് എന്തിനായിരുന്നെന്നറിയാമോ? അവിടെയുള്ള കുഷ്ഠരോഗികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഇടയിൽ സേവനം ചെയ്യുവാൻ, പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുവാൻ, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനുള്ള ഒരു നല്ല ഉദ്ദേശത്തോടെ കടന്നു വന്ന മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹം മതപരിവർത്തനത്തിന് വന്നതാണ് എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും അവിടെ ഇട്ടിട്ട് എന്ത് ചെയ്തു? അവർ ജീപ്പിനകത്ത്, അവർ സഞ്ചരിച്ചിരുന്നവരുടെ ജീപ്പിനകത്തിട്ട് നിഷ്കരണം ചുട്ടുകൊന്നു. എന്നിട്ട് അതിനകത്തുനിന്നും അവർ ആ ചൂടടിച്ചപ്പോൾ അതുങ്ങളെ രക്ഷപ്പെടുവാൻ പുറത്തോട്ട് വന്നപ്പോൾ അവരെ വീണ്ടും അടിച്ച് അതിനകത്തോട്ടിട്ട് ബജറംഗിദൾ പ്രവർത്തകർ എന്ന് പറയുന്ന മറ്റൊരു തീവ്രവാദികളുമുണ്ട്. അത് പുറത്തല്ല കേട്ടോ, അത് നമ്മളുടെ ഇന്ത്യയിലാണ്. ഈ ജമ്മു കാശ്മീരിൽ നിന്ന് വന്നത് എവിടെ നിന്നായിരുന്നു? പാകിസ്ഥാനിൽ നിന്ന് വന്നതായിരുന്നു അല്ലേ? ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ളൊരു തീവ്രവാദികളായിരുന്നു, അവരാണ് ചെയ്തത്. എന്നാൽ ജമ്മു കാശ്മീരിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന് വന്ന തീവ്രവാദികൾ എന്താ ചെയ്തത്? അവർ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഉപദ്രവിച്ചില്ല. അത്രയും കരുണയെങ്കിലും അവർ കാണിച്ചു. എന്നാൽ ഇവിടെ ഈ ബജറംഗദൾ പ്രവർത്തകർ എന്ന് പറയുന്ന തീവ്രവാദികൾ എന്താ ചെയ്തത്? ആ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, ചെറിയ കുഞ്ഞുങ്ങൾ, ആ ചെറിയ കുഞ്ഞുങ്ങളെ പോലും രക്ഷപ്പെടുവാൻ അനുവദിച്ചില്ല. അതുങ്ങൾക്ക് എന്തറിയാമായിട്ടാണ്? അതുങ്ങൾ അപ്പൻ്റെ കൂടത്തിൽ വന്നതാണ്. നമ്മൾക്കറിയാം, അവർ രാത്രിയിൽ കിടന്നുറങ്ങുകയായിരുന്നു. അവർ പകൽ മുഴുവൻ ആ ഒരു ഉൾപ്രദേശങ്ങളിലൂടെയെല്ലാം ആദിവാസികളുടെ ഇടയിലൊക്കെ സഞ്ചരിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ കുഷ്ഠരോഗികളുടെ ഇടയ്ക്കല്ലേ ആരും തിരിഞ്ഞു നോക്കാത്ത, ഇന്ത്യയിലുള്ളവർ പോലും തിരിഞ്ഞു നോക്കാതിരുന്ന, അതായത് ഈ മതവിഭാഗത്തിൽപ്പെട്ടവർ പോലും തിരിഞ്ഞു നോക്കാതെ ഇരുന്ന അവരുടെ ഇടയിലേക്ക് ഒരു വിദേശിയായിട്ടുള്ള ഒരു പൗരൻ വന്ന് ആ 2 പിഞ്ചു കുഞ്ഞുങ്ങളും അവരെ ശുശ്രൂഷിക്കാൻ നടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾക്കറിയാം, അവർ പകൽ മുഴുവൻ അധ്വാനിച്ച് കഠിനാധ്വാനം ചെയ്ത് രാത്രിയിൽ അത്ര തളർന്നവർ കിടക്കുമായിരിക്കും. ഒരുപക്ഷെ അരവയറ് കൊണ്ടായിരിക്കും അവരവിടെ കിടന്നത്. എന്ന് വെച്ചാൽ അവർക്ക് നല്ലപോലെ ഒരു ഭക്ഷണം പോലും അവർക്ക് കിട്ടിയിട്ടുണ്ടാകണമെന്നില്ല. കാരണം കാട്ടുപ്രദേശങ്ങളാണല്ലോ, അവിടെയൊക്കെ ചുറ്റി സഞ്ചരിച്ചാൽ വന്ന് എന്തായാലും കിട്ടിയത് കഴിച്ചിട്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അവരവിടെ കിടന്നുറങ്ങിയപ്പോൾ അവരുടെ ആ ഒരു നിസ്സഹായാവസ്ഥ കാണാതെ പോട്ടപ്പ ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറയുന്ന വ്യക്തിയെ വിടാം. അദ്ദേഹം പ്രായമായ വ്യക്തിയാണെന്ന് വെക്കാം. എന്നാൽ
ഈ 2 കുഞ്ഞുങ്ങൾ ഇതുങ്ങൾക്ക് എന്തറിയാമായിരുന്നു? അതുങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നല്ലേ? ആ 2 കുഞ്ഞുങ്ങളെപ്പോലും രക്ഷപ്പെടുവാൻ അനുവദിക്കാതെ അതുങ്ങളെ തല്ലിയും ചതച്ചും അതുങ്ങളെ അതിനകത്ത് തന്നെ ഇട്ട് ചുട്ടുകൊന്ന ഒരു തീവ്രവാദികൾ വാഴുന്ന ഒരു നാടും കൂടി ഇപ്പറയുണ്ട്. നമ്മളിന്ന് കരയുമ്പോൾ നമ്മളെല്ലാം ഓർത്ത് കരയണം കേട്ടോ. നമ്മൾ കുറച്ച് പേരെ മാത്രം നമ്മളൊരു തീവ്രവാദികൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഈ തരങ്ങളൊക്കെ ചെയ്യുന്നത് അത് ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ, ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും, മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ ചുട്ടുകൊല്ലുന്നവനും വെടിവെച്ച് കൊല്ലുന്നവനും ആരുമാകട്ടെ, അവരൊക്കെ മനുഷ്യവർഗത്തിൽ പെടുന്നവരൊന്നുമല്ല. അവരൊക്കെ മൃഗതുല്യരായ തീവ്രവാദികൾ എന്ന് തന്നെ വിളിക്കേണ്ടി വരും. അല്ലാതെ ഒരു തീവ്രവാദികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മുസ്ലിം വിഭാഗത്തിൻ്റെ തലയിലോട്ട് കെട്ടിവെച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ തീവ്രവാദികൾ എന്ന് പറയുന്നത് എല്ലാത്തിനകത്തുമുണ്ട്. എല്ലാത്തിനകത്തും എല്ലാ മതവിഭാഗങ്ങൾക്കകത്തും എന്തുണ്ട്? തീവ്രവാദികളുണ്ട്. ആർക്ക് വേണ്ടിയാണ് തീവ്രവാദം ചെയ്യുന്നത്? ഇവരെ ദൈവം നിയോഗിച്ചാക്കിയതാണോ? അതൊന്നുമല്ല. ദൈവം എന്ന് പറഞ്ഞത് ആരാണ്? ദൈവം നന്മയുടെ ശക്തിയെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവരെ കൊല്ലാനും മറ്റുള്ളവരെ ചുട്ടുകൊല്ലാനും പറയുന്നവരൊന്നും ദൈവമല്ല കേട്ടോ. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നവന്മാരൊന്നും ദൈവത്തിന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്. അതൊക്കെ പിശാചിൻ്റെ സന്തതികളാണെന്ന് പച്ച മലയാളത്തിൽ വിളിച്ചു പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ ജമ്മു കാശ്മീരിലെ അതോർത്ത് നമ്മൾ ഞെട്ടുമ്പോൾ 10-26 വർഷങ്ങൾക്ക് മുൻപ് നമ്മളൊക്കെ ഞെട്ടിയൊരു ഞെട്ടൽ അല്ലേ? ലോകം മുഴുവൻ ഞെട്ടിയൊരു ഞെട്ടൽ. പലർക്കും, എന്നെപ്പോലെയുള്ള പലർക്കും ഒന്നും അതത്ര സീരിയസ് ആയിട്ട് അന്ന് മനസ്സിലായിട്ടുണ്ടാകില്ല. കാരണം പിന്നീടാണല്ലോ നമ്മൾക്കൊക്കെ നല്ലൊരു അറിവൊക്കെ വെച്ചത്. എന്നാൽ അന്നതിൻ്റെ തീഷ്ണത അറിയാവുന്ന ഒത്തിരി പേര് ഞെട്ടിയിരുന്നു അല്ലേ? എന്നാൽ ഇന്ന് ആ കഥകൾ വായിക്കുമ്പോൾ ഞെട്ടാത്തവരും കൂടി ഞെട്ടണം കേട്ടോ. നമ്മൾ ഒരു ഭാഗത്തെ കാര്യം മാത്രം ഓർത്ത് ഞെട്ടിയാൽ പോരാ, നമ്മളെല്ലാം ഓർത്ത് ഞെട്ടണം. ആ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണത്തിന് ഒരിക്കലും നമ്മൾക്കതിന് പറയാൻ പറ്റത്തില്ല. അതിന് നമ്മൾക്ക് ഒരു എക്സ്ക്യൂസും പറയുവാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇനി അദ്ദേഹം വന്നത് എന്തിനായിരുന്നു? അദ്ദേഹം പാവങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കാനാണ് വന്നത്. പാവങ്ങൾക്ക് വേണ്ടി അല്ലേ? എന്താണ്, കുഷ്ഠരോഗികൾ, സമൂഹം മാറ്റി നിർത്തിയിരുന്ന കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി വന്ന ഒരു മിഷണറിയായ ഒരു മനുഷ്യൻ, നന്മ ചെയ്യാൻ വന്ന ഒരു മനുഷ്യനെയാണ് ഈ തീവ്രവാദികൾ എന്ത് ചെയ്തത്? ചുട്ടുകൊന്നത്. അത് ആ കൊച്ചു കുഞ്ഞുങ്ങളെ സഹിതം ചുട്ടുകൊന്നത്. ഇപ്പറയും നമ്മൾക്കറിയാം, ജമ്മു കാശ്മീരിൽ പിള്ളേരെയും സ്ത്രീകളെയും ഉപദ്രവിച്ചില്ല. പക്ഷേ ഇവിടെ കണ്ടില്ല കേട്ടോ. ഇവിടുത്തെ തീവ്രവാദികൾക്ക് കുറച്ചും കൂടി അവർ എന്തായിരുന്നു, തീവ്രവാദം കൂടിയ ടീമുകളായിരുന്നു. അവരെന്ത് ചെയ്തു? ആ കുഞ്ഞുങ്ങളെയും കൂടെ ചുട്ടുകൊന്നു. ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് അന്ന് വാജ്പേയി എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ്റെ സർക്കാരായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ തീക്ഷ്ണമായി പരിശ്രമിച്ചു. കുറേ എണ്ണത്തിനെ പിടിച്ച് ജയിലിലാക്കി അല്ലേ? ജയിലിലാക്കിയിട്ട് അതിൽ ഒരുത്തനെ വേണ്ട ഇറക്കി വിട്ടേക്കുക. അവൻ്റെ നല്ല നടപ്പ് എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ടേക്കുക. ഇനി ജയിലിനകത്ത് പിന്നെ നല്ല നടപ്പല്ലാതെ വേറെ എന്തെങ്കിലും നടപ്പ് അവനുണ്ടാകുമോ? ഒന്നുമല്ല. ജയിലിൽ നല്ല നടപ്പില്ലെങ്കിൽ വിവരം അറിയുന്നവനറിയാം. അതുകൊണ്ട് ജയിലിൽ അവൻ നല്ല നടപ്പുകാരനായിട്ടിരുന്നു. എന്നിട്ട് പുറത്തോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോഴും നിങ്ങൾ പറയും 26 വർഷം മുൻപേ നടന്ന കാര്യമല്ലേ, അതെന്തിനാ ഇപ്പോൾ പറയുന്നത് എന്നല്ലേ? എന്നാൽ ഇറക്കി വിട്ട് കഴിഞ്ഞിട്ടും ഇതേ സംഘടന അവരെ പൂമാലിട്ടങ്ങ് സ്വീകരിച്ചു. എന്ന് വെച്ചാൽ അന്നത്തെ തീവ്രവാദികൾക്ക് ഇന്നും മാനസാന്തരം ഒന്നും വന്നിട്ടില്ല എന്ന് ചുരുക്കം. വന്നിട്ട് ആ ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവും 2 പിഞ്ചു കുഞ്ഞുങ്ങളും മരണപ്പെട്ട ഇടത്ത്, അതിദാരുണമായി മരണപ്പെട്ട ഇടത്ത് ഒരു ഹോസ്പിറ്റലൊക്കെ സ്ഥാപിച്ചു കിട്ടോ. അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി. എന്ന് വെച്ചാൽ അവരെ കല്ലെറിഞ്ഞ അവരുടെ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം ചുട്ടുകൊന്നവർക്ക് വേണ്ടിയിട്ട് എന്തുണ്ടാക്കിയിരിക്കുകയാണ്? ഒരു ഹോസ്പിറ്റലും പണിതിരിക്കുകയാണ്. എനിക്കൊന്നും ഇത്രയും വലിയൊരു മനസ്സൊന്നും എനിക്കൊന്നും ഒരിക്കലും വരില്ല കേട്ടോ. നിങ്ങൾക്ക് വരുമോ എനിക്കറിഞ്ഞുകൂടെ. എനിക്കൊന്നും ഇത്രയും വലിയൊരു വിശാല മനസ്കയൊന്നും ഞാനല്ല. ഉള്ള കാര്യം പറയാറ്, ഇത്രയും വലിയ വിശാല മനസ്കയൊന്നും അല്ല ഞാൻ. അതെല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഓർക്കണം, ഈ തീവ്രവാദികൾ ഏത് മതസമൂഹത്തിനകത്താണെങ്കിലും അവരൊരിക്കലും മനുഷ്യന്മാരുടെ വകുപ്പിൽ പെടുന്നവരല്ല. അതുകൊണ്ട് തീവ്രവാദികൾ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും തീവ്രവാദി തന്നെയാണ് കേട്ടോ. അത് നമ്മൾ മറക്കരുത്. ഇനി അടുത്തത് എനിക്ക് പറയുവാനുള്ളത്, ഈസ്റ്റർ ആഘോഷിക്കാൻ പോയി. ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിലും പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യണം? അത് മിഷൻ യാത്രയാണെങ്കിലും നമ്മൾ ഏത് യാത്രയും ആകട്ടെ, നമ്മൾ യാത്ര തിരിക്കുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കണം. ഉടയവനോട് നമ്മൾ ആലോചന ചോദിക്കണം. കാരണം ഈ ലോകത്തിലുള്ള ഒരുത്തിനും നമ്മൾക്ക് സംരക്ഷണം തരത്തില്ല. ഒരു രാഷ്ട്രീയ പാർട്ടികളോ ഒരു മതസംഘടനകളോ ഒരു മനുഷ്യനോ നമ്മൾക്ക് പ്രൊട്ടക്ഷൻ തരത്തില്ല കേട്ടോ. നമ്മൾക്ക് പ്രൊട്ടക്ഷൻ തരേണ്ടത് നമ്മളുടെ ദൈവമാണ്, നമ്മൾ ആരാധിക്കുന്ന ദൈവമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തേ ഗ്രഹാം സ്റ്റെയിനും 2 കുഞ്ഞുങ്ങളും ഇതേ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തില്ലെന്ന്? അതിൻ്റെ ഉത്തരം എനിക്ക് പറയുവാനില്ല. അതിൻ്റെ ഉത്തരം ദൈവത്തിൻ്റെ കരത്തിൽ ഭദ്രമായിട്ടുണ്ട്. കാരണം ഏത് ക്വസ്റ്റ്യനും ദൈവത്തിൻ്റെ കരത്തിൽ ഉത്തരമുണ്ട്. പക്ഷേ ഒന്നെനിക്കറിയാം, എന്താണെന്നറിയാമോ? ബൈബിളിൽ ഒരു വചനമുണ്ട്, നിനക്ക് ചെയ്യുവാൻ കഴിവുള്ള നന്മ അത് അവകാശപ്പെട്ടവർക്ക് നിഷേധിക്കരുത്. അവകാശമില്ലാത്തടത്തോട്ട് നമ്മൾ കയറി പോകരുത് കേട്ടോ. അതുകൊണ്ട് ഇന്ന് സുവിശേഷവൽക്കരണം എന്ന് പറഞ്ഞ ആത്മഭാരം അങ്ങ് കൂടി നടക്കുന്നവരുണ്ടല്ലോ, അവരോട് ഞാൻ പറയാം, ഒരു വീട്ടിൽ കാല് ചവിട്ടുന്നതിന് മുൻപേ
ഒരു ദേശത്ത് കാല് ചവിട്ടുന്നതിന് മുൻപ് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടേ അങ്ങോട്ട് പോകാവുള്ളൂ കേട്ടോ. ദൈവത്തോട് ആലോചന ചോദിക്കാതെ നീ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നീ ഏത് നല്ല കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ദൈവത്തിൻ്റെ ദൃഷ്ടി നിൻ്റെ മേൽ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ദൈവത്തോട് ചോദിച്ചിട്ടല്ലാതെ ഒരു വീട്ടിൽ നീ സുവിശേഷം പറയാൻ പോകരുത്, ഒരിടത്തിൽ നീ സുവിശേഷം പറയാൻ പോകരുത്. അത്ര ആത്മഭാരം കൂടി അങ്ങിരിക്കുവാണ് എങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടേ പോകാവുള്ളൂ. അയക്കേണ്ടിടത്തോട്ട് ദൈവം അയക്കും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പൗലോസൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ, ആസിയിലോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അവരെ വിലക്കി അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞു. അതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ടാകും. അതുകൊണ്ട് ദൈവത്തോട് ചോദിച്ചിട്ട് യാത്രയ്ക്ക് പോകാവുള്ളൂ. ഇനി അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് വിഷയമാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇന്ന് നമ്മൾക്കറിയാം പുൾപിറ്റുകൾ, ദൈവത്തിൻ്റെ പുൾപിറ്റുകളിൽ ദൈവത്തിൻ്റെ വചനം പറയേണ്ടടുത്ത് അവിടെ കയറി നിന്നിട്ട് രാഷ്ട്രീയം പറയുന്ന കുറച്ച് ടീമുകളുണ്ട്. അത് ബിഷപ്പാകട്ടെ, അച്ഛനാകട്ടെ, പാസ്റ്ററാകട്ടെ, മെത്രാനാകട്ടെ, ബ്രദർമാരാകട്ടെ, ആരുമാകട്ടെ, ദൈവത്തിൻ്റെ പുൾപിറ്റുകൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ വേണ്ടിയുള്ളത് മാത്രമായിരിക്കണം. അല്ലാതെ അവിടെ നിങ്ങൾ കിടന്നിട്ട് എന്ത് പറയരുത്? അവിടെ നിങ്ങൾ രാഷ്ട്രീയം പറയരുത്, മതവിദ്വേഷം പറയരുത്. എന്താണെന്നറിയാമോ? ആരും ന്യായീകരണത്തിന് എന്താ പറയുക, ആരെയും ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഏതെങ്കിലും ഇന്നിപ്പോൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ക്രിസ്ത്യാനികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവൻ്റെയൊക്കെ ഉള്ളിലെ ചിന്ത എന്താണെന്നുള്ളതും കൂടെ നമ്മൾ ഗ്രഹിക്കുവാൻ തയ്യാറാകണം. കാരണം ഇവരൊന്നും അല്ല നമ്മളെ രക്ഷിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനത്തെയുള്ള പാഴ്വാക്കുകളിൽ വീഴരുത്. കാരണം ഏതെങ്കിലും വേറെ ഒരു മതത്തിനെ കുറ്റം പറഞ്ഞും നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും വരുന്നെങ്കിൽ ഓർക്കുക, അവന് നമ്മളെയും ഉൾക്കൊള്ളാനുള്ള ഒരു സഹിഷ്ണുതയൊന്നും അവൻ്റെ ഉള്ളിലില്ല. അവൻ്റെ കാര്യം നടന്നു കഴിയുമ്പോൾ അവൻ കറിവേപ്പില പോലെ നമ്മളെയും വലിച്ചെറിയുമെന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? ആരെയും ശത്രുക്കളായി കാണാൻ ദൈവം നമ്മൾക്ക് അധികാരം തന്നിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ആരെയും ശത്രുക്കളായിട്ട് കാണണ്ട. കാരണം നമ്മൾക്കറിയാം എല്ലാ മതത്തിലും തീവ്രവാദികളുമുണ്ട്, നല്ല ആൾക്കാരുമുണ്ട്. എല്ലാ മതത്തിലും നല്ല ആൾക്കാരുണ്ട്. മനുഷ്യത്വം മരവിക്കാത്ത ഒത്തിരി ആൾക്കാർ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലല്ലേ. കേരളത്തിന് ഇന്ന് എമ്പുരാൻ്റെ നാടാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ വിവരം കെട്ടവന്മാർ ചിത്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. എമ്പുരാൻ്റെ നാടൊന്നുമല്ല, കേരളം ഇന്ന് തമ്പുരാൻ്റെ നാട് തന്നെയാണ്. കാരണം അതിനാണ് നമ്മളൊക്കെ ഇന്ന് സന്തോഷത്തോടെ ഇവിടെ ജീവിച്ചിരിക്കുന്നതിൻ്റെ മെയിൻ കാരണം അത് തന്നെയാണ് കേട്ടോ. എന്താണെന്നറിയാമോ? ഇങ്ങോട്ടധികം തീവ്രവാദങ്ങളും ഇങ്ങോട്ടധികം വർഗീയങ്ങളും കടന്നു കൂടിയിട്ടില്ല. ഇനി അങ്ങോട്ട് കടന്നു കൂടിയിട്ടുണ്ട് എങ്കിൽ അവരന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുമുണ്ട്. അതുകൊണ്ട് ഒരു പരിധി വരെയൊക്കെ നമ്മൾ ഇന്ന് സുരക്ഷിതരൊക്കെ തന്നെയാണ്. ഇനി അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ക്രിസ്ത്യാനി ഇറങ്ങിത്തിരിക്കരുത് എന്നുള്ളൊരു ചെറിയ വാണിംഗ് ഞാൻ തരികയാണ്. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിരിക്കണം, എന്നാൽ സർപ്പങ്ങളെ പോലെ വിവേകികളുമായിരിക്കണം. അതുകൊണ്ട് വിവേകം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ മുൻപിലോ ഒരു മത തീവ്രവാദികളുടെ മുൻപിലോ അടിയറവോ പറയാനുള്ളതല്ല. എല്ലാവരും നമ്മളുടെ സഹോദരങ്ങളാണ്. നമ്മൾ സഹോദരങ്ങളായിട്ട് തന്നെ നമ്മൾ കാണുക. അത് മുസ്ലിം ആകട്ടെ, ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യൻ ആകട്ടെ, എല്ലാ മനുഷ്യരിലും നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. അതുകൊണ്ട് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവന്മാർ ഏത് മത തീവ്രവാദികളെയും നമ്മൾ അകറ്റി തന്നെ നിർത്തുക. അവർ നമ്മളോട് ചക്കരയും തേനും ഒലിപ്പിച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ അതിനകത്തൊന്നും വീണു പോകരുത്. ഇനി അടുത്ത കാര്യം എന്താണെന്നറിയാമോ? ഇന്ന് പല ക്രിസ്ത്യൻ വിശ്വാസികളും സൺഡേ ആരാധനയ്ക്ക് പോകാതെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി കുടപിടിക്കാൻ വേണ്ടി പോവുക. ഈ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും നിന്നെ രക്ഷിക്കാൻ വരത്തില്ല കേട്ടോ. നിന്നെ രക്ഷിക്കാൻ ദൈവമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ആമോസിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ജീവനോടെ ഇരിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ ദൈവത്തെ അന്വേഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, യഹോവയെ അന്വേഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആരാധനയ്ക്ക് പോകേണ്ടിടത്ത് ആരാധനയ്ക്ക് പോകുക, അല്ലാതെ രാഷ്ട്രീയക്കാരെ താങ്ങാൻ വേണ്ടിയിട്ട് പോകരുത്. അവസാനം നിന്നെ താങ്ങാൻ അവർ വരത്തില്ല, അവസാനം ആരും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ആരാധനാ സമയങ്ങളിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് സമയം വേർതിരിക്കുക. ഒപ്പം നമ്മുടെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കേണ്ട പുൾപിറ്റുകൾ കണ്ട രാഷ്ട്രീയം പറയാനോ കണ്ട വർഗീയം പറയാനോ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. അതൊന്നും ദൈവം പൊറുക്കുന്ന തെറ്റല്ല. കാരണം ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവം കാണിച്ചു തന്നിരിക്കുന്ന മാതൃക എന്താണ്? നമ്മളോട് മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് എന്താ പറയുക, നമ്മളെ ദ്രോഹിക്കാൻ വരുന്നവരുടെ മുൻപിൽ തലയും കുനിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അതും ദൈവത്തിൻ്റെ വചനം നമ്മൾ ഇഴകീറി പരിശോധിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമല്ലേ. നമ്മൾ ബുദ്ധിയോടെ നിൽക്കേണ്ടിടത്ത് നമ്മൾ ബുദ്ധിയോടെ നിൽക്കുക, എന്നാൽ നമ്മൾ സ്നേഹിക്കേണ്ടിടത്ത് നമ്മൾ സ്നേഹിക്കുക, സഹായിക്കേണ്ടിടത്ത് നമ്മൾ സഹായിക്കുക. എല്ലാത്തിനും ഉപരിയായി നമ്മളുടെ ജീവിതത്തിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ നമ്മളുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം ആർക്കായിരിക്കണം? ദൈവത്തിനായിരിക്കണം. പക്ഷേ മതത്തിനാകരുത്. നമ്മൾ ആർക്ക് സ്ഥാനം കൊടുക്കണം? ദൈവത്തിനും ദൈവത്തിൻ്റെ വചനത്തിനും സ്ഥാനം കൊടുക്കുക. ഒരു മതത്തിനും നമ്മൾ സ്ഥാനം കൊടുക്കേണ്ട കേട്ടോ. ഒരു മതത്തെ നമ്മൾ വളർത്താനും പോകേണ്ട, ഒരു മതത്തെ നമ്മൾ തളർത്താനും പോകേണ്ട കാര്യമില്ല കേട്ടോ. കാരണം മനുഷ്യരാണ്. നമ്മൾ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്, ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഓർക്കുക,
നമ്മൾ എല്ലാത്തിനും നമ്മൾ ഞെട്ടുമ്പോൾ ഒന്നും കൂടെ ഈ വിഷയം കൂടി ഓർത്ത് നമ്മൾ ഞെട്ടുക. ഏത്? നമ്മുടെ ഗ്രഹാം സ്റ്റീൻ. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചല്ല, അദ്ദേഹത്തിൻ്റെ 2 പിഞ്ചു കുഞ്ഞുങ്ങളല്ലേ, ഒന്ന് ഓർത്ത് നോക്കിക്കേ. ആ വാഹനത്തിനകത്തുനിന്ന് ചൂട് കയറി വന്നപ്പോൾ പെട്രോൾ അടിച്ച് തീ കൊത്തിക്കുമായിരുന്നു അല്ലേ. അപ്പോൾ അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ ആ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ നിലവിളിയോടെ അതുങ്ങൾ ഓടിയപ്പോൾ അതുങ്ങളെപ്പോലും ഒന്ന് തുറന്നു വിടാനുള്ള മനസ്സ് കാണിക്കാതെ അതുങ്ങളെയും കൂടി അടച്ച് അതിനകത്തോട്ടിട്ടു. ഓർക്ക, ഇവന്മാരാരും നമ്മളെ രക്ഷിക്കാൻ വരത്തില്ല, നമ്മളെ രക്ഷിക്കാൻ ദൈവമേ ഉണ്ടാകത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.